ഓരോ വാർത്തകളും കേൾക്കുമ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങളും ആശങ്കകളും നിറയുമ്പോൾ നമുക്കതിന് ഒരു പരിഹാരം എന്നോണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദുആ മാത്രമാണ്. ദുആ സിലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ആയുധം എന്നുള്ളത് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമുക്കൊന്നിച്ചിരുന്ന് ദുആ ചെയ്യാം. അവിടെ നടക്കുന്ന ആ യുദ്ധ പ്രവണതകൾ എത്രയും പെട്ടെന്ന് ഇല്ലായ്മ ചെയ്ത് ഒരു സമാധാനം പശ്ചിമേഷ്യയിൽ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ കൂടി ഇത് വ്യാപിച്ചതുകൊണ്ട് നമ്മളോരോ ബന്ധപ്പെട്ടവരും മാത്രമല്ല, നമുക്കൊക്കെ അറിയാം കേരളത്തിൻ്റെ ഒരു സ്രോതസ് എന്നുള്ളത് ഗൾഫ് മേഖലകളാണ്. എല്ലാറ്റിനും ചതം പറ്റുന്ന ഒരു യുദ്ധമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു സമാധാനം നമുക്ക് ഉണ്ടായിരിക്കണം. അതിന് ദുആണ്. ഈ ദുആ മാത്രമല്ല, എല്ലാ സമയങ്ങളിലും അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് മദ്ലൂമിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത് ഇവിടൊക്കെ ബാധ്യതയും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനവും രക്ഷയും പ്രദാനം ചെയ്യട്ടെ. കിരാതമായി നടത്തുന്ന ഏത് അക്രമങ്ങളെയും അല്ലാഹു നിർത്തി ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹു നല്ല മനസ്സ് നൽകി പാവപ്പെട്ടവരുടെ സമാധാനത്തിന് അല്ലാഹു എത്രയും പെട്ടെന്ന് ആക്കം കൂട്ടട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യാം. അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, പരിശുദ്ധ റമദാനിലെ പുണ്യ സമയത്ത് നാം ഒരുമിച്ച് കൂടി നാം ഉയർത്തിയ കരങ്ങളെ കബൂൽ ചെയ്യണേ റഹ്മാനെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റഹ്മാനെ, പരിശുദ്ധ റമദാനിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ റബ്ബേ നമുക്ക് സമാധാനം നൽകുന്ന വാർത്ത നൽകണേ റഹ്മാനെ. എല്ലാ അക്രമകാരികളെയും റബ്ബേ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ. പാവങ്ങളായ ആക്രമിക്കപ്പെട്ട നിരപരാധികളായ ആളുകൾക്ക് റബ്ബേ സമാധാനം നൽകണേ റഹ്മാനെ. അവർക്ക് ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഇസ്സത്ത് നൽകണേ റഹ്മാനെ. എല്ലാ ശത്രുതകളിൽ നിന്നും കാത്തു രക്ഷിക്കണേ റഹ്മാനെ. പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിർത്തണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ആശങ്കയിലാണ്. സമാധാനം നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.